കുടുംബജീവിതങ്ങൾ തകർക്കുന്ന വക്കീലന്മാരെന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. അപ്പോൾ വക്കീലന്മാർ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഊറ്റുന്നത്, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്രിമിനൽ വക്കീലന്മാരാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അവർക്കായിട്ട് ഈ ഒരു വീഡിയോയായിട്ട് ഒരു യാതൊരു ബന്ധമില്ല. നിങ്ങളൊരു സിവിൽ വക്കീലന്മാരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോയായിട്ട് യാതൊരു ബന്ധമില്ല. മറിച്ച് കേസൊന്നും കൃത്യമായിട്ട് നടത്താൻ അറിയാതെ ഈ ഫാമിലി കോർട്ടിലൊക്കെ വരുന്ന കേസുകളിൽ എന്താണ് പറയുക, മണി ലൂട്ടിങ് പ്രോസസ്സ് ആക്കുന്ന വളരെ 20% വൃത്തികെട്ട കുറേ വക്കീലന്മാരുണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചില സാഹചര്യങ്ങളിൽ മനസ്സിലാക്കിയത് 20% വൃത്തികെട്ട വക്കീലന്മാർ ചെയ്യുന്ന ചില പ്രോസസ്സുകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. അപ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്, അതായത് ഈ പറയുന്ന ഇല്ലാത്ത കഥകൾ എന്തിനാണ് ഈ വക്കീലന്മാർ എഴുതി കയറ്റുന്നത്, ഇല്ലാത്ത പല കാര്യങ്ങളും എന്തിനാണ് ഈ വക്കീലന്മാർ എഴുതി കയറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചു. പല ഡ്രാഫ്റ്റുകളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചില ഒഫൻസുകൾ വീഴാൻ വേണ്ടിയാണ് ഇവരിത് എഴുതി കയറ്റുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് എനിക്കിത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, പല ഡ്രാഫ്റ്റുകളും നോക്കുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന ഭാര്യനെയും ഭർത്താവിനെയും മനഃപൂർവ്വം വെറുപ്പിക്കാൻ വേണ്ടി ഇവർ തമ്മിൽ യാതൊരുവിധ കോൺടാക്ട്സും ഫ്യൂച്ചറിൽ ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയാണ് ഇവർ ഈ വൃത്തികെട്ട പരിപാടി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ചില എന്താണ് പറയുക സെഷൻസ് ഒക്കെ ട്രാറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലായി. പിന്നീട് ഈ പറയുന്ന നമ്മൾ പല ബാർ കൗൺസിൽ അല്ലെ ഈ പറയുന്ന ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന വക്കീലന്മാരൊക്കെ തമ്മിൽ നല്ല സൗഹൃദങ്ങളാണ്. ഈ വക്കീലന്മാർ എപ്പോഴും നമ്മുടെ രക്ഷകന്മാരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കതിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് എന്താണ് ഇവൻ എൻ്റെ രക്ഷകനായിട്ട് മാത്രം നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ കേസുകളെല്ലാം ഒബ്സർവ് ചെയ്ത സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അതായത് ഈ കേസ് എവിടെ ജയിക്കുമോ തോക്കുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ എന്താണ് പറയുക ക്ലയൻറ്റിന് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഒരു കോംപ്രമൈസിലേക്ക് വന്നിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എതിർകക്ഷിയെ സമ്മർദ്ദത്തിലാക്കി ഈ കോംപ്രമൈസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വന്നിട്ട് വലിയൊരു തുക എന്താണ് പറയുക വലിയൊരു തുക ഒരു സെറ്റിൽമെൻറ്റായിട്ട് വരികയും ആ സമയത്ത് കുറച്ച് തുക അടിച്ചെടുക്കുക, അത്തരത്തിലാണ് ഇവർ പണി ലൂട്ടി പ്രോസസ് ചെയ്യുന്നത്. ഇവർ ഭയങ്കര മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. വളരെ തന്ത്രപരമായിട്ടായിരിക്കും ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു കേസ് കൊടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് പൈസ വാങ്ങിക്കുന്നു, ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നിന്ന് കുറച്ച് പൈസ മേടിക്കുന്നു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു വൈരാഗ്യം കൂട്ടാനുള്ള എല്ലാ പരിപാടികളും ഇവർ കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വളരെ നിസ്സാര പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത്. അതിനുശേഷം ഈ ഭർത്താവിന് സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ടിലായിരിക്കും നിങ്ങൾ ഈ കോമ്പൻസേഷനൊക്കെ തുക കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ആ ഭർത്താവ് എത്രത്തോളം പാടുപെടണം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ ആ ഭർത്താവിന് ഒരു സേവ് ചെയ്യണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ആ ഭർത്താവ് എത്രത്തോളം കഷ്ടപ്പെടുമെന്ന് അറിയാം. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾക്കൊരു 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ സെറ്റിൽമെൻറ്റൊക്കെ മേടിച്ചു തരാം, അയാളുടെ പ്രോപ്പർട്ടിയൊക്കെ അറ്റാച്ച് ചെയ്തിടാം നമുക്ക്. അപ്പോൾ അതിനുശേഷം വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, അതൊക്കെ ഞാൻ കേസൊക്കെ നടത്തി വാങ്ങിച്ചു തരാമെന്നൊക്കെ ഒരു ഓഫർ സ്ത്രീകൾക്ക് കൊടുക്കും. എന്നിട്ട് ഇയാളെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ടിനായിരിക്കും ഈ സെറ്റിൽ ചെയ്യുന്നത്. ഈ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഈ കേസൊക്കെ സെറ്റാക്കി തന്നില്ലേ, നമുക്ക് നമ്മുടെ കമ്മീഷനൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞു കാശ് മേടിക്കുന്ന എത്രയോ വക്കീലന്മാരുടെ കേസ് അറിയാം. ഞാൻ പറയുന്നത് എന്താണ്, ജെന്യുവിനായിട്ട് കേസ് നടക്കുന്ന 80% വക്കീലന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഈ വൃത്തികെട്ട രീതിയിൽ വലിയ കേസുകളൊന്നും നടത്താൻ അറിയാതെ ഇങ്ങനെ ലൂട്ടി ചെയ്യുന്ന ഒരു 20% വൃത്തികെട്ട വക്കീലന്മാരുണ്ട്. അവരെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫാമിലി കോടതികളിൽ കേസ് നടത്തുന്ന ആളുകളോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നിങ്ങൾ കണ്ണുമടച്ച് നിങ്ങൾ ഈ വക്കീലന്മാരെ വിശ്വസിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചിരിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. എവിഡൻസ് ആക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ ഈ ട്രയൽ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയില്ല, ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണ് സാക്ഷികളെ വിസ്തരിക്കുന്നത്, അതോടൊപ്പം തന്നെ എവിഡൻസ്, നിങ്ങൾ സ്വർണം കൊടുത്തതിനുള്ള എവിഡൻസ്, എന്തൊക്കെ എവിഡൻസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അപ്പോൾ അത് കൊടുത്തോ വാങ്ങിച്ചോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നൂലാമാലകളുണ്ട്. അതിൻ്റെ വാദങ്ങളൊക്കെ നടത്താൻ കപ്പാസിറ്റി ഉള്ള വക്കീലാണോ നിങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ആണെങ്കിൽ ഇപ്പം ഇവർ നമ്മളെ സഹായിച്ചു എന്നൊരു തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ ഒരു സെറ്റിൽമെൻറ്റ്, ഇവർ നമ്മളെ രക്ഷിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയതിന് ശേഷമായിരിക്കും പലപ്പോഴും ഇവർ നമ്മുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ടോ അല്ല ഇവർക്ക് വേണ്ട ഒരു എമൗണ്ടൊക്കെ ചോദിച്ച് വാങ്ങിച്ചെടുക്കുന്നത്. കഴിവതും നിങ്ങളുടെ ഈ കേസുകളൊക്കെ കോടതിയിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന കണക്കൊന്നും ആയിരിക്കത്തില്ല സംഭവങ്ങളൊക്കെ നടക്കും. 10-15 വർഷം കേസുകളൊക്കെ നടന്നാലും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ യാതൊരു കാരണവശാലും
നിങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ ഈ രണ്ട് വക്കീലന്മാരും സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു ടേംസ് ഉണ്ടാക്കിയിട്ട് ഒരു മ്യൂച്വൽ ഡൈവോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത്. അല്ല, ഈ അപ്പർ മിഡിൽ ക്ലാസ്സിലൊന്നും ഈ ഒരു പ്രശ്നം വരത്തില്ല. അവർ ഈ പലപ്പോഴും നല്ല കാശുള്ള ആളുകളൊക്കെ ആയിരിക്കും, അപ്പർ മിഡിൽ ക്ലാസ് അല്ല എബോവ് മിഡിൽ ക്ലാസ്, അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ടൊക്കെ സെറ്റിൽ ചെയ്ത് പോകും. അല്ലാതെ ഈ കാശ് ചിലവാക്കാനോ അല്ലെങ്കിൽ കാശില്ലാത്ത പിന്നെ മിഡിൽ ക്ലാസ് അല്ല ലോവർ മിഡിൽ ക്ലാസ്സിലാണ് ഇത്തരം ഏറ്റവും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ വക്കീലന്മാരെ ചൂഷണം ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതൊരു എൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു തോട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കുറേ ആളുകൾക്കറിയാം, നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയാം. അപ്പം നിങ്ങൾ ജെന്യുവനായിട്ടുള്ള ഒരുപാട് DV കേസുകളുണ്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് കേസുകളുണ്ട്, ഡൈവോഴ്സ് കേസുകളുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇങ്ങനെ നിങ്ങളെ വളരെ മനോഹരമായിട്ട് ലൂട്ട് ചെയ്യുന്നത്, ഈ ലൂട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോ അല്ലെ എല്ലാ ആളുകൾക്കും അവർക്ക് പരിചയമുള്ള ഒരു വക്കീലായിരിക്കും. അവരെ ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ആയിരിക്കും ആളുകളോടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രസ്റ്റ് ഒന്നും ചെയ്യരുത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ പറയുന്ന എവിഡൻസ് ആക്ട്, ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എവിഡൻസ് ആക്ട് കണക്കുള്ള പുസ്തകങ്ങൾ, CRPC കണക്കുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്നതാണ് ഇന്ത്യൻ പീനൽ കോഡ്, ഈ സംഭവങ്ങളും പിന്നെ ട്രയലുകൾ എങ്ങനെയാണ് നടക്കുന്നത്, എവിഡൻസുകൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതിന് മുമ്പ് നടത്തിയ കേസുകൾ നടത്തിയ ആളുകളോടൊക്കെ ചോദിച്ച് കേസുകൾ എങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യുന്നതായിരിക്കും.